ഇതിലിപ്പോൾ ഈ 5 ഇന്ത്യക്കാർ പരിക്കേറ്റവരിൽ ഏത് സംസ്ഥാനക്കാരാണ്, മലയാളികളുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ വഴിയില്ല. പക്ഷേ ഇന്ന് രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഈ പരിക്കേറ്റ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ ആശങ്ക അവിടെ ആളുകൾക്കിടയിലുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ആശങ്ക ഇല്ലാതാക്കാൻ അവിടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നടപടികൾ, നിർദ്ദേശങ്ങൾ പുതുതായി ഉണ്ടാകുന്നുണ്ട്? ഇവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഷിനോജ്? പരിക്കുള്ളവരും ഉണ്ട് എന്നാണ്. മോഡറേറ്റ് ആയിട്ടും അതേപോലെ തന്നെ മൈനറായിട്ടും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അബുദാബി അധികൃതർ നൽകുന്നത്. ഇവർ ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. സാധാരണഗതിയിൽ ഇന്ത്യൻ എംബസിയാണ് അത്തരം വിവരങ്ങൾ നമുക്ക് നൽകേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം മരിച്ച ആൾ ഏത് സംസ്ഥാനത്തു നിന്നാണ് എന്നുള്ള വിവരം പോലും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ പരിക്കേറ്റവർ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആളെന്നുള്ള വിവരം നമുക്ക് ലഭിക്കാൻ കുറെ കൂടി സാങ്കേതികമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവർക്ക് ചികിത്സ നൽകി ഇവരെ അബുദാബിയിലെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു ആക്രമണ സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, 9 ഭാഷകളിൽ, പ്രത്യേകിച്ച് മലയാളം അടക്കമുള്ള 9 ഭാഷകളിൽ ഒരു മുന്നറിയിപ്പ് സന്ദേശം അബുദാബി സർക്കാർ പുറത്തിറക്കിയിരുന്നു. അതായത് ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ജീവൻ രക്ഷിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, വീട്ടിലെ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതുപോലെ വളർത്തുമൃഗങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയ വളരെ വിശദമായ ഒരു 32 പേജുള്ള ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കിയിരുന്നു. അത് ഈ യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ തോന്നുന്ന ഒരു ഗൈഡ് ലൈൻ ആയിരുന്നു. കാരണം നിരന്തരമായ യുദ്ധം നീണ്ടുപോകാനുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അബുദാബിയിൽ മിസൈൽ പതിച്ച് 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 5 പേരും ഇന്ത്യക്കാരാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഒപ്പം വലിയ വ്യാവസായിക മേഖലകളിലൊക്കെ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് തീപിടുത്തമുണ്ടാകുന്നു. ആ രീതിയിൽ ആശങ്കാജനകമായ സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ്.